ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, എന്താണ് എല്ലാവരെയും വിശേഷമൊക്കെ? അപ്പോൾ രാവിലെ വന്ന് ആദ്യം നോക്കിയത് ദോശമാവാട്ടാ. അപ്പോൾ തണുപ്പൊക്കെ ആയില്ലേ, അപ്പോൾ പൊങ്ങിയോന്ന് നോക്കിയതാ. അപ്പോൾ മാവൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇന്നലെ ഏട്ടൻ കൊടുത്ത മുരിങ്ങക്കായ ഏട്ടാ, ഒരു അറ്റം തൊട്ട് ഒരു അറ്റം വരണ്ട് കേട്ടാ. എന്തോ ഒരു നീളമുള്ളതാണ്. പിന്നെ നേരം വെളിച്ചാവോളം നല്ല പാറ്റകളായിരുന്നു കേട്ടാ. പാറ്റ പൊടിഞ്ഞിട്ട് ഉമ്മർത്തൊക്കെ ഓരോ മുറത്തിലുള്ള ഈ അതിൻ്റെ പൊടിഞ്ഞിട്ടുള്ള ചിറകും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ അടിച്ച് വൃത്തിയാക്കി രാവിലെ പുറത്തേക്ക് വന്നപ്പോൾ അതാ അപ്പുറത്ത് ആ കാക്കയും ചെമ്പോത്തും ഒക്കെ തിന്നുകയാണ് കേട്ടോ പാറ്റേനെ. അപ്പോൾ കോഴീനെയും ഞാൻ നേരത്തണ്ട് വിട്ടു, അവരും നല്ല കഴിക്കും വിട്ടത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയ്ക്ക് വന്ന് വേഗം കുറച്ച് നാളികേരമൊക്കെ അരച്ച് ചട്ടിണി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ മോന് വേഗം പോകണം. അപ്പോൾ ഓന് വേഗം ഒരു 2 ദോശ ഉണ്ടാക്കണം. അപ്പോൾ വേഗം ചട്ടിണി അങ്ങോട്ട് അരച്ചു. അപ്പോൾ പച്ചമുളക് ഇട്ട ചട്ടിനി ആട്ടോ ഇഷ്ടം, മുളക് പൊടി ഇട്ട ഇഷ്ടമല്ല ഇവിടെ. മോൻ ഇല്ലാത്തപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പഴുത്തൊരു മുളകും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഇട്ടിട്ട് വേഗം ചട്ടിനി ഞാൻ അരച്ചെടുത്ത് ഒന്ന് വറവിട്ട് വിട്ടാ. പിന്നെ വറവിടുമ്പോൾ ഞാൻ ചട്ടിയിലേക്ക് ഒഴിക്കില്ല, ഇങ്ങനെയാണ് കേട്ടാ ഒഴിക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാട്ടാ. ചട്ടിയിൽ വെച്ച് ചൂടാക്കിയ ഒരു വേറൊരു ടേസ്റ്റാട്ടാ. അപ്പോൾ പാനിലല്ല, ഇങ്ങനെ എണ്ണ വരട്ടിയിട്ടുണ്ടാക്കാനാട്ടാ തോന്നിയത്, ഇരുമ്പിൻ്റെ ചട്ടിയിൽ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തന്നെയല്ലേ. അപ്പോൾ നല്ല പഞ്ഞി പോലത്തെ കുട്ടി ദോശകളാണ് കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കിയത് ഇതേപോലെ തന്നെ. കഴിക്കാനും കുറേ ആയി ഇപ്പോൾ ഇതിൽ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഒരു പൂതി വന്നപ്പോൾ പിന്നെ ഈ ചട്ടി വെച്ചിട്ട് ഉണ്ടാക്കിയതാട്ടാ. അപ്പോൾ മോനുണ്ട് ഉണ്ടാക്കി. പിന്നെ സാവധാനം പിന്നെ എല്ലാവർക്കും കഴിക്കാൻ നേരത്തേക്കാട്ടാ ഉണ്ടാക്കിയതൊക്കെ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കൂട്ടുകാരെ. നിങ്ങളൊക്കെ സപ്പോർട്ട് ഇനിയും വേണം കേട്ടോ നമുക്ക്. അങ്ങനെ മോനൊക്കെ ചായയൊക്കെ കൊണ്ടുവച്ചു, മേശമ്മ കൊണ്ടുവച്ചിട്ട് അങ്ങനെ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടാ. അപ്പോൾ നേരം വെളിച്ചാവോളം നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ചക്ക വീണിട്ടും തെറിച്ചിട്ടും ഈ എന്താ പറയുക, ഈ ചൂലായിട്ട് അടിച്ചിട്ട് നീങ്ങണില്ല കേട്ടോ നമുക്ക് രാവിലെ. അപ്പോൾ 2 സ്ഥലത്തൊക്കെ ഞാനിങ്ങനെ കൂട്ടി വെച്ച് അടിച്ചിട്ട് അറ്റം വരെ അടിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റണില്ല. അങ്ങനെ പിന്നെ ഞാൻ പഴയ ഒരു മുറം ഉണ്ട് കേട്ടോ, അത് ആയിട്ട് കൊടുന്നിട്ട് പിന്നെ ഈ ലാസ്റ്റ് അതൊക്കെ ഇതാണ്ടാ നീങ്ങണില്ലേ അടിച്ചിട്ട് കോരിയിട്ട് ഞാൻ അധികം ഇതൊക്കെ ഉള്ളത് ഇപ്പം ഞാൻ സൽമയുടെ തെങ്ങിൻ്റെ ഇടയ്ക്കിലേക്ക് കൊണ്ടിടും കേട്ടോ. അങ്ങനെ മുറ്റടി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിങ്ങി അടുക്കളയിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്. പച്ചക്കറിയൊക്കെ മുരിങ്ങക്കായൊക്കെ ആണല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയ്ക്ക് വന്ന് നോക്കുമ്പോൾ നമ്മൾ ചേച്ചി മുരിങ്ങക്കായ തോലെത്തി വെച്ചിട്ടുണ്ട്, മാങ്ങ തോലെത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു മുരിങ്ങക്കായ കേട്ടോ കറി. അപ്പം പരിപ്പ് ഇടുന്നില്ല, കുറച്ചധികം തന്നെ ചക്കക്കുരു. അപ്പോൾ അതൊക്കെ തോലളിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ഇനി ഒന്ന് നമുക്ക് കറി വെക്കുക വേണ്ട. നാളികേരം ചരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് കുക്കറിലാട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി ഒന്ന് പോവാണ്ട് കേട്ടോ, മറ്റേ ഫുഡിൻ്റെ ലൈസൻസിൻ്റെ. അപ്പോൾ എനിക്ക് പോകണം. അപ്പം ഒന്ന് വേഗം കുക്കറിൽ തന്നെ കറിയൊക്കെ കണ്ട് തയ്യാറാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ ഉണ്ട്, കുറച്ചൊന്ന് മഞ്ഞ നിറമായിട്ടുള്ള മാങ്ങ കേട്ടോ. നല്ല ടേസ്റ്റാണ് ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കായൊക്കെ കറി വെച്ചാൽ കേട്ടോ. അപ്പോൾ നമുക്ക് കഷ്ണങ്ങളൊക്കെ നുറുക്കി ഇങ്ങോട്ട് അടുപ്പിച്ച് തരുമ്പോൾ പിന്നെ വേഗം കഴിയുമല്ലോ. അങ്ങനെ നമ്മളെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ, അന്ന് ഞാൻ ഒരടുപ്പ് കുറച്ച് കത്തിൽ കുറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ക്ലീനാക്കിയപ്പോൾ വീണ്ടും അത് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെയൊക്കെ തൊട്ടിട്ട് ചെറുതായിട്ട് വീണ്ടും ഇങ്ങനെ ഉള്ളിലെന്തോ നന്നായിട്ട് പൊടി കയറിയിട്ട് തോന്നുന്നുണ്ട്. ഇങ്ങനെ വീണ്ടും ഇങ്ങനെ അടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുക്കളയത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്നും കൂടി നമുക്ക് ഒന്ന് കുത്തി കൊടുക്കാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ പുതിയ പൈപ്പ് മേടിച്ചിട്ടതാണ്. ഞാനൊക്കെ ഊരിയിട്ട് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രയാസം തന്നെയാണ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കാണ്ട് നമുക്ക് ഈ 2 ഗ്യാസാണ്, അടുപ്പാണുള്ളത്. അപ്പോൾ ഒന്ന് ഇതായാലും നമുക്ക് ഈ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പിന്നാക്കാവും കേട്ടോ. അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വേഗം ദോശയൊക്കെ ഞാൻ പിന്നെ അടുപ്പത്തൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ കണ്ട് ഉണ്ടാക്കിയെടുത്ത്. അപ്പോൾ എന്തായാലും പണികളൊക്കെ കഴിഞ്ഞ് ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് ചൂടാറിയിട്ട് വേണം അതൊക്കെ ഒന്ന് റെഡിയാക്കാണ്ട്.
പിന്നെ ഇന്ന് മീനില്ല കേട്ടാ. അപ്പോൾ വഴുതനങ്ങ ഉണ്ടല്ലോ, നമ്മൾ അന്ന് പൊട്ടിച്ച വഴുതനങ്ങ, അപ്പോൾ അതൊക്കെ ഒന്ന് ചേച്ചിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പോൾ അതൊക്കെ ഒന്ന് മസാലയൊക്കെ തേച്ചിട്ട് വെക്കുകയാണ്. കുറച്ച് ഞാനിപ്പോൾ തൽക്കാലം കുറച്ചുണ്ട് വറുത്തിട്ട് പിന്നെ ബാക്കി പിന്നെ വറക്കാലോ വെച്ചിട്ട് പിന്നെ അത് കഴിക്കാൻ നേരത്തേക്ക് ചൂട് വേണം നല്ല. അപ്പോഴേ ഒരു ഇത് വറുത്ത് വെച്ചാൽ ഒന്നിങ്ങനെ കുഴഞ്ഞ പോലെ ആവുമല്ലോ. പേട്ടന് കൊണ്ടുപോകാനുള്ളത് മാത്രം 2 എണ്ണം വറുത്തിട്ട് ബാക്കി പിന്നെ ഞാൻ അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു വിട്ടാ. അപ്പോൾ ഞാൻ കുറച്ചാട്ടോ ഞാൻ വറുത്തുള്ളൂ. അപ്പോൾ വഴുതനങ്ങയൊന്നും ഇല്ല കേട്ടാ. അപ്പോൾ ഈ പഴയക്കാട്ട ആയപ്പോൾ പിന്നെ പൂവിട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാട്ടാ. അത് നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ വളങ്ങളൊന്നും ചെയ്യാതെ ഉണ്ടാക്കിയ കാരണേ നല്ല രുചിയാണ്. അപ്പം ഇനിയിപ്പോൾ മഴയൊക്കെ വന്നാൽ ഈ തൈയൊക്കെ താഴത്ത് കൊണ്ടുവയ്ക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ചക്കക്കുരും മാങ്ങയും മുരിങ്ങക്കായൊക്കെ ഇട്ട് വെന്ത് വന്നപ്പോൾ നാളികേരം അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടാ. അപ്പോൾ ഒരു മുറി നാളികേരത്തിലൊന്നും ഞാൻ ജീരകം അങ്ങനെയുള്ളതൊന്നും ചേർക്കില്ല കേട്ടോ. മുരിങ്ങക്കായിൽ കറി വയ്ക്കാൻ ഒന്നാമത് ചില കറികൾക്കൊന്നും ജീരകമൊന്നും ഇവിടെ മോനൊന്നും അത്ര താല്പര്യമില്ല കേട്ടോ. അപ്പോൾ വെറും നാളികേരം അരച്ചിട്ട് തന്നെ ചേർക്കുകയാണ്. പിന്നെ അടുപ്പത്ത് ചായക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 8:30 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പൊക്കെ ഒന്ന് നോക്കുകയാണ്. പിന്നെ പ്രാവശ്യം കൊടുക്കുന്നത് കല്ലുപ്പാട്ടാ. അപ്പോൾ അതിന് ഞാൻ കുറച്ചെടുത്ത് പൊടിച്ച് എത്ര നമുക്ക് പൊടിപ്പ് അത്ര നല്ല അല്ല എന്ന് പറഞ്ഞാലും നമുക്ക് ആ പൊടിപ്പ് വേണമല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് തന്നെ പൊടിച്ച് വെച്ചു. അപ്പം നമ്മൾ അടുക്കളയത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ. അപ്പം മോൻ്റെ ഇതിൽ നിന്ന് ഞാൻ ഒരു കഷ്ണം വയർ കട്ട് ചെയ്തിട്ട് കൊടുന്നതാട്ടാ. അപ്പം നമുക്കൊന്ന് പൊടി ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വയറിൻ്റെ മേലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ വയറിൻ്റെ മേലുള്ള അത് ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു നൂല് പോലത്തെ ഒരു കമ്പിയോ അല്ലെങ്കിൽ 2 എണ്ണമോ വേണ്ടുള്ളൂ. അതിനുള്ളൊരു ദ്വാരമാണ് കേട്ടോ. അപ്പോൾ മിക്ക ആളുകൾക്കും അറിയില്ല, നമ്മളെ ഗ്യാസ് കുറ്റിന്ന് ഗ്യാസ് നമ്മളെ അടുപ്പിലേക്ക് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒരു ചെറിയ ഈ ഒരു ചെമ്പ് കമ്പിയുടെ അത്ര പോകുന്ന ഒരു ദ്വാരം ഉണ്ട് കേട്ടോ. അത് അടയുമ്പോഴാണ് ഈ ഗ്യാസ് കത്തൽ കുറവ് വരിക. അപ്പം ഞാൻ ഗ്യാസ് ഒന്ന് അലത്തിട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചേച്ചി ഉണ്ട് ക്യാമറ പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഈ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഞാനും മേടിച്ചിട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ അതാ ഒരു ഓട്ടം ഉണ്ട് കേട്ടോ അവിടെ. അത് നല്ല നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലേ അറിയുള്ളൂ. അതായത് കുറ്റിന്ന് ഗ്യാസിൻ്റെ ഇതിലേക്ക് അടുപ്പിലേക്ക് വരുന്നിടത്തെ ഒരു ഭാഗമാണ് കേട്ടത്. അപ്പോൾ ഈ ഒരു കമ്പിയാണ് കേട്ടോ ഞാൻ അടുത്തുള്ളത്. അപ്പോൾ ഇതുപോലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വെച്ചെങ്കിൽ നമ്മളിതൊന്നും ഊരിയിട്ട് സർവീസിനൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടമ്മമാർക്കും ചെയ്യാൻ പറ്റും ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് കത്തണില്ല വെച്ചെങ്കിൽ എന്തായാലും സർവീസിന് കൊണ്ടുപോയിക്കോളും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓട്ടയിലേക്ക് ഈ ഒരു ചെമ്പ് കമ്പി കയറ്റിയിട്ട് ഒന്നിങ്ങനെ നമ്മൾ തിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതൊക്കെ പോയിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് അടുപ്പ് കത്തൂട്ടാ. ഇങ്ങനെ ചെയ്തിട്ടും കത്താത്ത നമ്മൾ സർവീസിന് തന്നെ കൊടുക്കണേ. അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ നമ്മളെ വീട്ടമ്മമാർക്കും ചെയ്യാനൊക്കെ പറ്റൂട്ടാ, ഒന്ന് മനസ്സ് വെച്ചാൽ. അപ്പം ഞാൻ 2 ചെമ്പ് കമ്പി കൂടി കൂട്ടി പിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വീണ്ടും ഒന്നും കൂടി ഉള്ളിലേക്ക് കയറ്റിയിട്ടൊന്ന് തിരിച്ച് കൊടുക്കുകയാണ്. വല്ല അഴുക്കൊക്കെ ഉണ്ടെച്ചെങ്കിൽ പോട്ടേന്ന് കരുതിയിട്ടാ. പിന്നെ ഇതുകൊണ്ട് കമത്തി ഇടുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ വല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറേ കണ്ട് കൊഴിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയട്ടാ. അടുപ്പ് കത്തൽ കുറവുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ കേട്ടോ. ഒരു കഷ്ണം വയറ് മതി. അപ്പോൾ അത് റെഡി ആയിട്ടാ. എങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്യാസും കുറ്റി ഓഫാക്കണേ. അപ്പം ഞാൻ അടുപ്പൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചിട്ടാ. പിന്നെ അടുപ്പ് കഴുത്തിട്ടപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് അഴുക്കുകളൊക്കെ ഉണ്ടായിരുന്നിട്ട് അതൊക്കെ നല്ല ഒന്ന്
സ്ക്രബ്ബർ റേറ്റൊക്കെ ഒന്ന് ഒരതി തുടച്ചതിൻ്റെ ശേഷം കേട്ടോ പിന്നെ ഞാനത് ക്ലീനാക്കി. ഇനിയൊന്നും കത്തിച്ച് നോക്കാം നമുക്ക്. അപ്പോൾ അതിൻ്റെ ബർണറും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളെ ആ ലേബലിൻ്റെ ആവശ്യത്തിലേക്ക് പോവാണ്ട്. പിന്നെ അവിടെ നമുക്ക് വേറൊരു സാധനം ഗ്യാസ് നന്നായിട്ട് കത്തിയിട്ടാണ് എൻ്റെ സൂപ്പറായി. അപ്പോൾ രണ്ടടുപ്പും ഞാൻ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ നമ്മളെ ഫ്രണ്ട്സുമാരൊക്കെ കൂടിയിട്ട് കുറച്ച് പേരുള്ളൂ കേട്ടോ. നമ്മളെ പഴയിടം രുചി ചങ്ങരംകുളത്തുണ്ടല്ലോ, അവരെ സദ്യ കഴിക്കാൻ പോകുന്നുണ്ടെന്ന്. അപ്പോൾ ഞാനിത് അങ്ങനെ കഴിഞ്ഞിട്ട് അങ്ങനെ ബ്ലോക്കിൽ നിന്ന് അങ്ങനെ പോയതാണ് കേട്ടോ, ബ്ലോക്കിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറിയതാണ്. അപ്പോൾ രണ്ടാൾക്കാരെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പം നമുക്ക് അവിടെ അവർ ഉന്നക്കായൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ മാങ്ങ ഈ പൾപ്പെടുത്ത് ഉണക്കിയ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് നല്ല കുഴപ്പമില്ലാത്തൊരു സദ്യ തന്നെയായിരുന്നു കേട്ടോ. 160 രൂപ കേട്ടോ സദ്യക്ക്. പഴയിടത്തിൻ്റെ 160 രൂപയ്ക്കൊന്നും അങ്ങനെ നമുക്ക് തോന്നിയില്ല കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ വരെ. ഓക്കെ.